ഓക്കെ, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ മെത്തേഡ്സിലെ ഫസ്റ്റ് ലൈഫ് സൈക്കിൾ മെത്തേഡായിട്ടുള്ള componentDidMount ആണ്. എന്താണ് componentDidMount? നമ്മുടെ പഴയ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണുക. ഓക്കെ, componentDidMounting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടിങ്ങിനെ പറ്റി നമ്മൾ ഇന്നലെ കണ്ടതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതിയ ഒരു JSX എലമെൻറ്റ് ഡോമിൽ ജനിക്കുന്നതിനെയാണ് നമുക്ക് മൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് റിയാക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ മെത്തേഡിലെ ഫേസ് 1 ജീവചക്രത്തിലെ ആദ്യത്തെ ഫേസാണ് നമ്മൾ നോക്കുന്നത്. മൗണ്ടിങ്ങിൻ്റെ അകത്ത് തന്നെ componentDidMount ആണ് നമ്മൾ നോക്കുന്നത്. കാരണം componentDidMount ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ UI-യിൽ എന്താണ് ഹായ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. അതായത് മൗണ്ട് ആയിട്ടുണ്ട്. റെൻഡറിന് ശേഷം നമ്മുടെ UI-യിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ UI-യിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റെൻഡറിങ്ങിന് ശേഷം, ഇതിപ്പം റെൻഡറിങ്ങും ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റെൻഡറിങ്ങിന് ശേഷം ആദ്യമായിട്ട് റൺ ചെയ്യണ മെത്തേഡാണ് componentDidMount. അപ്പോൾ ഫസ്റ്റ് റെൻഡറിങ്ങിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഒരൊറ്റ റെൻഡറിങ്ങിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് componentDidMount. ഓക്കെ, പിന്നീട് എത്ര റെൻഡർ നടന്നാലും, അതായത് എത്ര റെൻഡറിങ് നടന്നാലും സ്റ്റേറ്റ് മാറ്റങ്ങൾ വന്നാലും componentDidMount വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റെൻഡറിങ്ങിന് ശേഷം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് componentDidMount. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ റെൻഡറിങ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, റെൻഡർ ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡ് അല്ലേ എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു console.log ഇട്ട് നോക്കാം. ഓക്കെ, console.logൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്തെങ്കിലും ഒരു മെസ്സേജ്. അപ്പം നമുക്കിവിടെ എഴുതി കൊടുക്കാം, ഞാനിവിടെ റെൻഡറിങ് എന്നെഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലൈഫ് സൈക്കിൾ മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ വന്നു, ഇൻസ്പെക്റ്റ് എടുത്തു. ഇൻസ്പെക്റ്റിൽ വന്ന ശേഷം കൺസോളിൽ വരുവാണ്. കൺസോളിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഓക്കെ, അപ്പം നമുക്കിവിടെ ആദ്യം എന്ത് കിട്ടി? ആദ്യം നമുക്കിവിടെ റെൻഡറിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ കാര്യമാക്കണ്ട, ഇത് നമ്മുടെ ആ ഒരു ലോഗോൻ്റെ എന്താ പറയുക ഒരു എററാണ്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ എന്താണ് റെൻഡറിങ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ലൈഫ് സൈക്കിൾ മെത്തേഡ് ആദ്യം വർക്ക് ചെയ്തു, റെൻഡറിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൗണ്ടിങ്ങിൻ്റെ ഫേസിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ നമുക്കിതിനൊരു സ്ട്രക്ചർ കൊടുക്കാം. ഞാനിവിടെ വന്നിട്ട് കൺസ്ട്രക്ടർ എഴുതി കൊടുക്കുവാണ്. കൺസ്ട്രക്ടർ നമുക്ക് എഴുതി കൊടുക്കാം. കാരണം നമുക്ക് ലൈഫ് സൈക്കിൾ മെത്തേഡ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പം ഈ ഒരു componentDidMount വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കൺസ്ട്രക്ടർ എഴുതി കൊടുത്ത്. കൺസ്ട്രക്ടർ ഓൾസോ ഒരു സ്പെഷ്യൽ ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. ഇത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കൺസ്ട്രക്ടർ. ഓക്കെ, നമുക്കിവിടെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം, സൂപ്പർ വിളിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാട്ടോ. ഇതൊക്കെ നിങ്ങൾ അറിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോ പോയി കാണുക. സൂപ്പർ വിളിച്ചു കൊടുത്ത് സൂപ്പറിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, ഓക്കെ, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കൺസ്ട്രക്ടറിൽ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. നമുക്കിവിടെ വരാം. ഓക്കെ, റെൻഡറിങ് വർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഒരു console.log എഴുതി കൊടുക്കാം. console.log ഞാൻ ഹായ് എന്ന് എഴുതി, ഹായ് അല്ല, നമുക്ക് കൺസ്ട്രക്ടർ എന്ന് എഴുതി കൊടുക്കാം. കൺസ്ട്രക്ടർ ഓക്കെ, കൺസ്ട്രക്ടർ എന്ന് എഴുതി കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുക കേട്ടോ. കൺസ്ട്രക്ടർ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ വരാം. ഇപ്പം നിങ്ങൾ കണ്ടോ, കൺസ്ട്രക്ടർ അതായത് റിയാക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ മെത്തേഡിലെ, റിയാക്റ്റിൻ്റെ ജീവിതത്തിലെ എന്താണ് മൗണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ച മൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. UI എലമെൻറ്റ് ഡോമിൽ ജനിക്കുന്ന അതിൻ്റെ ആദ്യത്തെ ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. അത് UI എലമെൻറ്റ് ഡോമിൽ ജനിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ലൈഫ് സൈക്കിൾ മെത്തേഡാണ് മൗണ്ട്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏത് ലൈഫ് സൈക്കിൾ മെത്തേഡാണ് വർക്ക് ചെയ്തത്? കൺസ്ട്രക്ടർ ആട്ടോ ആദ്യമായിട്ട് വർക്ക് ചെയ്യണത്. കൺസ്ട്രക്ടർ വർക്ക് ചെയ്തതിന് ശേഷം റെൻഡർ ചെയ്തിട്ട് എന്ത് കിട്ടും? ഈ ഒരു ഹായ് നമുക്ക് നമ്മുടെ ഡോമിൽ കിട്ടും.
ഡോമെല്ലാം നിങ്ങൾ പഠിച്ചതാണല്ലോ, ഡോമിൽ കിട്ടും. അപ്പോൾ ഇവിടെ റെൻഡറിങ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹായ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒക്കെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് റെൻഡറിങ് കിട്ടുന്നത്. ഇത് ആദ്യത്തെ റെൻഡറിങ്ങിന് ശേഷം കേട്ടോ. ഇനി componentDidMountൻ്റെ വർക്കിംഗ് മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ആ ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളത് അത് നമ്മൾ എഴുതി കൊടുക്കുന്ന റെൻഡറിന് മേലെയായിട്ടാണ് ഇവിടെയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് componentDidMount ഒരു മെത്തേഡാണ്. ഓക്കെ, ഈസ് എ ഫങ്ഷൻ. നമുക്ക് ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഞാനൊരു console.log ഇട്ട് കൊടുക്കുക കേട്ടോ. console.log നമുക്കിതിൻ്റെ അകത്ത് എന്ത് പറഞ്ഞു കൊടുക്കണം? മൗണ്ടിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. മൗണ്ടിങ് നമുക്കിവിടെ വരാം, റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ആദ്യം കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും, ദെൻ റെൻഡറിങ് നടത്ത് UI-ൽ എന്താണ് ഹായ് കിട്ടും. എന്നിട്ട് ഫസ്റ്റ് റെൻഡറിങ്ങിന് ശേഷം പിന്നീട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണ്? componentDidMount എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഫസ്റ്റ് റെൻഡറിങ്ങിന് ശേഷം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? മൗണ്ടിങ് എന്ന് പറഞ്ഞുള്ളൊരു ആൻസർ കിട്ടി. ഇനി എത്ര റെൻഡർ നടന്നാലും, അതായത് componentDidMount വർക്ക് ചെയ്യില്ല. സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോഴും UI-ൽ മാറ്റങ്ങൾ വന്നാലും റെൻഡർ നടക്കും. പക്ഷേ എന്ത് സംഭവിക്കും? componentDidMount വർക്ക് ചെയ്യില്ല. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് API കോളിങ്, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡേറ്റയൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനാണ്. കാരണം അത് ഒറ്റ തവണ നമുക്ക് കിട്ടിയാൽ മതി. എപ്പോഴും റെൻഡർ നടക്കുമ്പോൾ എപ്പോഴും വർക്ക് ചെയ്യേണ്ടാത്ത കോഡുകൾ നമുക്ക് componentDidMount എന്ന് പറഞ്ഞൊരു ബ്ലോക്കിൽ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് റെൻഡറിങ്, ആദ്യത്തെ റെൻഡറിങ്ങിന് ശേഷം മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ടർ ആക്ച്വലി കൺസ്ട്രക്ടറാണ്. അതായത് പുതിയൊരു എലമെൻറ്റ്, ഇപ്പോൾ ഒരു പുതിയൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഫേസ് 1 റിയാക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ മെത്തേഡിലെ ഫേസ് 1 മൗണ്ടിങ്ങിൻ്റെ അകത്ത് നമുക്ക് എന്ത് സംഭവിച്ചു? കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് പുതിയൊരു കമ്പോണൻറ്റിനെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് സംഭവിച്ചു? റെൻഡറിങ് നടന്നു. അതായത് റെൻഡർ നടന്നിട്ടാണ് UI-ൽ ഈ ഒരു ഹായ് ഡിസ്പ്ലേ ആയിരിക്കുന്നത്. ഓക്കെ, യൂസർ ഇൻ്റർഫേസിലെ ഈ ഹായ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ട കോഡ്, അതായത് ഒരൊറ്റ തവണയാണ് ഇത് വർക്ക് ചെയ്യാവുള്ളൂ. ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ട കോഡ് നമുക്ക് componentDidMountൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് സംഭവിക്കേണ്ട കാര്യം? നമുക്കിവിടെ ഒരു ബട്ടൺ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഒരു ബട്ടൺ പറഞ്ഞു കൊടുക്കുകയാണ്. ബട്ടണിൽ നമുക്ക് കൗണ്ടെന്നോ എന്തെങ്കിലും വെച്ച് പറഞ്ഞു കൊടുക്കാം. കൗണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ഹായ്ക്ക് പകരം ഞാനിവിടെ ഒന്നും ഇടുന്നില്ല. അപ്പം ഈ ബട്ടണിൽ നമുക്ക് ഒരു ഓൺ ക്ലിക്ക് ഫങ്ഷൻ എഴുതി കൊടുക്കാം. ഓക്കെ, ബട്ടൺ ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫങ്ഷൻ പറഞ്ഞു കൊടുക്കാം. കൗണ്ടിങ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമുക്ക് എന്ത് വെക്കണം? നമുക്കൊരു സ്റ്റേറ്റ് എഴുതി കൊടുക്കാം. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യണുണ്ടോ എന്നല്ലേ നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് എഴുതി കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ദിസ് ഡോട്ട് സ്റ്റേറ്റ് നമ്മൾ എഴുതി കൊടുക്കുവാണ്. സ്റ്റേറ്റ് അസൈൻ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ഞാനിവിടെ കൗണ്ടിങ് എന്ന് പറഞ്ഞ ബട്ടണാണ് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കൊരു ഹെഡെന്നോ എന്തെങ്കിലും നമ്മെന്നോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. നം അസൈൻ നമുക്കൊരു 0 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സെറ്റ് സ്റ്റേറ്റിൽ. ദെൻ നമുക്ക് ഇവിടെ ഇപ്പം നമ്മുടെ ആ ഒരു സ്റ്റേറ്റിൽ നമ്മിൻ്റെ അകത്ത് എന്തുണ്ട്? നമുക്കിവിടെ ആ നം ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ componentDidMount വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നമുക്കറിയണം. എന്നാലാണ് നമുക്ക് സ്റ്റേറ്റ് ഡോട്ട് നം ഓക്കെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് വരാം. ഓക്കെ, നമ്മൾ ഫങ്ഷൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക്
കൗണ്ടിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. കൗണ്ടിങ് this dot counting ഓക്കെ, ഇവിടെ വരാം. ഓക്കെ, നമുക്കിവിടെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്തു, റെൻഡർ വർക്ക് ചെയ്തു, മൗണ്ടിങ് വർക്ക് ചെയ്തു. ഇവിടെ കണ്ടോ, കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ ഈ ഒരു componentDidMount വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പം നമുക്കിവിടെ കൗണ്ടിങ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പറഞ്ഞു കൊടുക്കാം. ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം. സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ എന്താണ് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? നം ആണ് പറഞ്ഞു കൊടുത്തത്. അപ്പം നമുക്കിവിടെ നം നമുക്കിവിടെ പറഞ്ഞു കൊടുക്കണം സെയിൻ 1 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ വരാം. അപ്പോൾ നമുക്ക് ഇവിടെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്തു, റെൻഡർ വർക്ക് ചെയ്തു, മൗണ്ട് വർക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കൺസ്ട്രക്ടർ വർക്ക് ചെയ്തു, റെൻഡർ വർക്ക് ചെയ്തു, മൗണ്ടിങ് വർക്ക് ചെയ്തു. ഉണ്ടോ? പിന്നെ റെൻഡറിങ് മാത്രം നടക്കുന്നുണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. നോക്ക്, ഒരിക്കലും componentDidMount വർക്ക് ചെയ്യില്ല. componentDidMount ഒരൊറ്റ തവണ വർക്ക് ചെയ്യുള്ളൂ. അതായത് റെൻഡറിങ്ങിന് ശേഷം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന കോഡ് മാത്രമേ componentDidMount വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മൗണ്ടിങ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, റെൻഡറിങ് നടക്കുന്നുണ്ട്. കണ്ടോ, റെൻഡറിങ് നടക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും componentDidMount വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് API കോളിങ്ങിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. API കോളിങ് എക്സ്റ്റേണൽ ഡേറ്റാസൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ട കോഡുകൾ മാത്രം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഓക്കെ.